ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ INTJ ഫീമെയിൽസിൻ്റെ കുറച്ച് പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. INTJ ഫീമെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അങ്ങനെ റീസണിങ്ങിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീകളാണ്. ഇവർ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ രീതിയിൽ എന്താ വെച്ചാൽ അവരുടെ ഇമോഷനൊക്കെ കൂടുതൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് റീസണിങ് പവറിനായിരിക്കും. അല്ലാണ്ട് വെറുതെ കരഞ്ഞു ബഹളം ജോലിയെല്ലാം പോയി മറ്റേത് പോയി അങ്ങനെയുള്ള പെണ്ണുങ്ങളല്ല INTJ ഫീമെയിൽസ്. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു സംഭവം. ഇനി ഇവരുടെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എയിം ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു എയിം ഉണ്ടായിരിക്കും. ചുമ്മാ അങ്ങോട്ട് ജീവിക്കുക അങ്ങനെ ഒരു സാധനമല്ല. അവരുടെ കരിയറിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്യണമെന്നോ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എയിം ഉണ്ടായിരിക്കും അവർക്ക്. അങ്ങനെയുള്ള സ്ത്രീകളാണ് INTJ ഫീമെയിൽസ്. പൊതുവേ INTJ ഗേൾസ് നല്ല ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ഒരാളുടെ കീഴിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ സംഭവം അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവർ പലപ്പോഴും ഈ സമൂഹത്തിൻ്റെ ചില പ്രതീക്ഷകളുണ്ടാവില്ലേ, സ്ത്രീ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. അവർക്ക് കുറച്ചുകൂടി മാസ്കുലിനായിട്ടുള്ള ഒരു സാധനമൊക്കെ അവർ കാണിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളുകളായിരിക്കും ഒക്കെ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, INTJ ഫീമെയിൽസ് പറഞ്ഞാൽ ഇൻട്രോവേർട്ടുകളാണ്. അത് കൃത്യമായി ധാരണ വെക്കണം. ഇൻട്രോവേർട്ടുകളാണ്. ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ്, അവർ ഈ ബഹളങ്ങളോടൊന്നും വലിയ താല്പര്യം അങ്ങനെയുള്ള ഇല്ലാത്ത ആളുകളായിരിക്കും. എന്ന് എഴുതിയിട്ട് കംപ്ലീറ്റ്ലി ബഹളങ്ങളൊന്നും മാറിക്കും അങ്ങനെയല്ല പറയണത്. INTJ ഫീമെയിൽസിൻ്റെ പ്രത്യേകത വെച്ചാൽ അവർക്ക് പെട്ടെന്ന് നമ്മൾ ഇമോഷണലി ഒരു കാര്യമൊക്കെ അവരത് വല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് ഇത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ എന്ത് നമ്മളെ ഗോസ്റ്റ് ചെയ്തിട്ട് പോകും, ഒറ്റ പോക്കാണ്ട് പോകും. പിന്നെ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടാകും. അവർ വളരെ പെട്ടെന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോകും. നമ്മൾ ഫുള്ളി ഇമോഷണലായിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ അങ്ങനല്ല. അവർ റീസണിങ്ങിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവരായിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇവർ പെടാനൊക്കെ ഭയങ്കര പാടാണ്. കാരണം ഇവർ റീസണിങ്ങാണ് ഇവർ ഉപയോഗിക്കാറ്, ലോജിക്കാണ് ഉപയോഗിക്കാറ്. അപ്പോൾ കൂൾ വൈബ് തരുന്ന ആളുകളായിട്ട് അവർ കണക്റ്റ് ആവുള്ളൂ. പക്ഷേ എന്തായിരുന്നു വെച്ചാൽ പല ആളുകളും ഈ ഭയങ്കര ലോജിക്കലായ കാര്യങ്ങൾ മാത്രം ചെയ്ത് വളരെ ഇമോഷൻസ് ഒന്ന് പുറത്ത് കാണിക്കാൻ നിൽക്കുന്ന ആളുമായിട്ട് അവർ പെട്ടെന്ന് കമ്പനി ഓണൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വിഷയം എന്താ വെച്ചാൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഇവരെ തേച്ച് പോകും, ഇട്ടിട്ട് പണി കൊടുത്ത് പോകും. അതായത് അവരായിട്ട് സെക്ഷുവലായിട്ടുള്ള കുറേ സാധനങ്ങൾ ഒക്കെ അവർ എടുക്കുകയും സംഭവങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഇവർ കറിവേപ്പിലെ പോലെ ഉടണ്ടായിരിക്കും. അപ്പോഴാണ് ഇവർ ഫീലിംഗ് ടൈപ്പ് ആളുകളിലൊക്കെ കാര്യമായിട്ട് അടുക്കുക. എനിക്കൊരു കാര്യമുണ്ട്, ഒരു 10-30 വയസ്സാകുമ്പോഴാണ് ഒരു ഇമോഷണലായ ഒരു സാധനങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പൊതുവേ കാണലുള്ളൂ, അല്ലെങ്കിൽ ഡെവലപ്പായിട്ട് വരുള്ളൂ. ഇവരെ സംബന്ധിച്ചോളം ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഫീലേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവർ ആളുകളുടെ ഫീലിങ്സായിട്ട് കണക്ട് ചെയ്യുക അങ്ങനെയല്ല. ആളുകളുടെ ഫീലിങ്സൊക്കെ ഇവർ വല്ലാണ്ട് ടയേർഡാക്കുക ചെയ്യുക. ഇവർ വളരെ ഇറിറ്റേറ്റഡ് ആകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ വളരെ ഇങ്ങനെ അറഗൻ്റായ ആളുകളൊന്നുമല്ല, പക്ഷെ കാണുമ്പോൾ നമുക്കൊരു അറഗൻ്റായിട്ടുള്ളൊരു ഫീലും ഒരു ഇല്ലാത്ത മോന്ത അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ടായിരിക്കും. ഈ INTJ ആണുങ്ങൾ പൊതുവേ അറഗൻ്റായിട്ടുള്ള ഒരു സാധനമൊക്കെ പലപ്പോഴും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ട്രൈറ്റൊക്കെ കുറേ കാലം കാണിക്കലുണ്ട്. അവർക്കൊരു മഞ്ചപ്പറ്റുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് ഇടപഴകാനൊക്കെ ഭയങ്കര പാടാണ്. എന്ന രീതിയിൽ മോശം എന്നല്ല, അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അത് പുറത്ത് ഒരു ഭയങ്കര അറഗൻ്റായിരിക്കും. INTJ ഫീമെയിൽസ് അങ്ങനെയല്ല, കുറച്ചുകൂടിയൊക്കെ ഈ പറയുന്ന മാതിരി മനുഷ്യപ്പറ്റും സ്നേഹവും ഒക്കെ പുറത്ത് കാണിക്കാനുള്ള ശ്രമം നടത്തും. പക്ഷെ അപ്പോഴും നമ്മൾ ഇപ്പോൾ INFJനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ രീതിയിൽ ഇമോഷണലി അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനും ഭയങ്കര പാടാണ്. പക്ഷേ ഒരു 10-40 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ജീവിതത്തിൽ കുറേ തേപ്പൊക്കെ കിട്ടിയിട്ട് മരണങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ അവർക്ക് അടുത്തിടപെടുന്ന ആളുകൾ അവർ ചതിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇമോഷണലായിട്ട് സൈഡ് അത് അവരിങ്ങനെ നെർച്ചർ ചെയ്ത് കൊണ്ടുവരും. ആളുകൾ ആ രീതിയിൽ ഇടപെടും, അങ്ങനെ ഇമോഷണലായ കണക്ഷൻ അവർ റിസീവ് ചെയ്യും ഒക്കെ ഉള്ളൊരു സാധനമൊക്കെ ഉണ്ടായിരിക്കും. അല്ല, ഒരു 10-20 വയസ്സ് വരെയൊക്കെ പലപ്പോഴും എന്താ വെച്ചാൽ ഇവർ ഫുള്ള് റീസണിങ്ങിന് ഇൻ്റലക്ച്വലായ കാര്യങ്ങൾ മൊത്തം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ അടിച്ച് പൊളിച്ച് പോകേണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും. ഈ INTJ ഫീമെയിൽസ് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സോഫ്റ്റ് നേച്ചറായ ആളുകളാണ് അവർ. പക്ഷേ ഇത് അവരങ്ങനെ പുറത്ത് കാണിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ള ഈ ഫീലിങ്സ് ഇമോഷൻസൊക്കെ അത്രയും പ്രൈവറ്റായ സാധനങ്ങളാണ്. ഇതിങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കുന്നത് അവർക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അവർ വളരെ അനലിറ്റിക്കലായ ലോജിക്കലായ ആളുകളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സ്ട്രാറ്റജിക് തിങ്കേഴ്സാണ്, നല്ല തിങ്കിങ് പവറുള്ള ആളുകളാണ്. പിന്നെ ഹൈലി ഇന്നോവേറ്റീവായ ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചോളം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു മരണ വീട്ടിലാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ടർമോയിലുള്ള ഒരവസ്ഥയിൽ വളരെ ക്യാവട്ടിക്കായിട്ടുള്ള ബഹളം കൂടിയ ഒരവസ്ഥയിലാണ് വിചാരിക്കുക. അവരതിന്നൊക്കെ അവരുടെ പക്ക പ്രാക്ടിക്കലായ കാര്യങ്ങൾ അല്ലെങ്കിൽ റീസണിങ് കറക്റ്റായ രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതൊരു വലിയൊരു കപ്പാസിറ്റിയാണ്. എനിക്കൊന്നും നടക്കില്ല, അത് എനിക്ക് ഭയങ്കര പാടാണ്. അതായത് ഞാൻ INFJ ആണ്. അപ്പോൾ ഫീലിങ്സ് പെട്ടെന്ന് ആളുകളുടെ ഫീലിങ്സൊക്കെ എന്നെ ബാധിക്കും. ഇവർക്കത് പ്രശ്നമില്ല. അത് ഇഗ്നോർ ചെയ്യും, ആ സാധനത്തിനെ കംപ്ലീറ്റ്ലി അവഗണിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്.
പിന്നെ വളരെ റിസേർവ്ഡായ ആളുകളാണ്. അവരിങ്ങനെ ഹു പറഞ്ഞിട്ട് അങ്ങനെ നടക്കുകയൊന്നുമില്ല. അവർ വളരെ റിസേർവ്ഡായ രീതിയിലാണ്. അവരുടെ മുഖത്തുനിന്ന് എക്സ്പ്രഷനൊക്കെ വരെ ഭയങ്കര പാടാണ്. അവരിങ്ങനെ ഒന്ന് ചിരിച്ച് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ഇങ്ങനെ പൊതുവുണ്ട്. പക്ഷേ ഉള്ളിനുള്ളിൽ പാവങ്ങളാണ് കേട്ടോ. പിന്നെ വളരെ ഡയറക്റ്റായിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇവർ വേറെ കാര്യം കേട്ടോ, ഇവർ വളരെ ക്വയറ്റാണ്. നേരത്തെ മുണ്ടൂല എന്നല്ല അതിനർത്ഥം, അവർ വേണ്ടത് മാത്രമേ പറയുള്ളൂ. ഇവർ വേറൊരു പ്രത്യേകം എന്താ പറയുക, ഇപ്പോൾ പുറമെ നമ്മൾ കാണുമ്പോൾ എന്ത് കൂളായിട്ട് കമ്പോസ്ഡ് ആയിട്ടാണ് റിസേർവ്ഡ് ആയിട്ട് ഇരിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു വല്ല വോൾക്കാനോ പൊട്ടണ പോലുള്ള അവസ്ഥയായിരിക്കും ഇമോഷണലി ഒക്കെ. പക്ഷെ അവർ പുറത്ത് കാണുന്നത് വളരെ കൂളായിട്ടുള്ളൊരു വൈബായിരിക്കും. അത് ഞാൻ ഒരുപാട് എന്താ പറയുക, ഒരുപാട് അസൂയപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ്. എന്നെ കൊണ്ട് നടക്കില്ല. എൻ്റെ ഉള്ളൊക്കെ ആകെ പൊളിഞ്ഞടി നടക്കുകയാണെങ്കിൽ പുറത്ത് ആ സാധനം ഇങ്ങനെ സാധാരണ രീതിയിൽ കാണും. ഇങ്ങനെക്കുറിച്ചുണ്ട്. പിന്നെ വളരെ ആത്മാർത്ഥമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ്. എല്ലാവരും അങ്ങനെയൊന്നുമില്ല കേട്ടോ. മഹാ കള്ളത്തികളെ INTJകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊതുവെ ഇവരുടെ ഉള്ളിലുള്ള കാര്യം അതേപോലെ പറയും. അവർ അങ്ങനെ ദുരുദ്ദേശം ഫേക്ക് സാധനമൊന്നും ഉണ്ടാവില്ല. അവർ അതിങ്ങനെയാണ് സാധനം അങ്ങനെ അവതരിപ്പിക്കും. പിന്നെ ഇവർ ഒരു കാര്യം, ഇവരൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. ഇവർ ചിലപ്പോൾ ഈ ഹുക്കപ്പും അതും ഇതൊക്കെ ചെയ്യേണ്ടായിരിക്കും. പൊതുവേ അങ്ങനെ INTJകൾ ചെയ്യില്ല, പക്ഷേ അൺഹെൽത്തി INTJകളൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ അവർക്ക് ബുദ്ധി കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളോട് ഭയങ്കര താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളായിട്ട് ഇവർ പലപ്പോഴും റിലേഷൻഷിപ്പിലൊക്കെ പെടാനൊക്കെ സാധ്യത, അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആളുകൾ. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ ഇവരെന്നൊക്കെ 8ൻ്റെ പണി ഇവർക്ക് കിട്ടും. കാരണം ഇവർ ഇമോഷൻസ് എന്തോ മോശം സാധനമാണ്, ഇമോഷണലി ആളുകൾ എക്സ്പ്രസ് ചെയ്യണത് വളരെ മോശമാണെന്നൊക്കെ പലർക്കും ഈ അൺഹെൽത്തി INTJകൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ പറയാൻ കാലത്ത് എനിക്ക് INTJ ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ വൻ അട്ടികൾ നടന്നിട്ടുണ്ട്. അത് ആൾ ഊളായതുകൊണ്ടല്ല കേട്ടോ, ഞാൻ അങ്ങനെ ട്രോൾ ചെയ്ത് മാത്രം. ഞാൻ അതിനൊക്കെ വലിയ ഊളായതുകൊണ്ടാണ്. ഞാൻ ഇമോഷണലി എക്സ്പ്രസീവ് ആയിരുന്നു ഒരു സമയത്ത് കൂടുതലായിട്ട്. കാരണം അവർ വളരെ റിസേർവ്ഡ്, നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഇതും രണ്ടും കൂടി ചേർത്ത് പോകുമ്പോൾ ഭയങ്കര പാടാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ രണ്ടുപേരും ഏകദേശം ഒരു ലെവലിൽ എത്തേണ്ട ഒരു രസമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഗുണമുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവർ ഒരു പ്രത്യേക സ്റ്റേജ് എത്തുന്ന സമയത്ത് ഇമോഷണൽ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റ പോക്കട്ട് പോകും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് വരിക, ഒന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ രീതിയിലൊക്കെ ഒരു പാവങ്ങൾ അവരങ്ങനെയാണ്. അപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാനൊക്കെ ഇപ്പം നല്ല താല്പര്യം ഉണ്ടെങ്കിൽ അവർ അങ്ങനെ വരാനൊക്കെ ഭയങ്കര പാടാണ്. വരുന്നുണ്ടായിരിക്കും, വരില്ല എന്നല്ല നമ്മൾ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അവരോട് ഹായ് സുഖമല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വിചാരിക്കുക, അവർക്ക് ഉള്ളിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് വിചാരിക്കുക. ഉള്ളിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവർ നമ്മളോട് കാണിക്കുന്നത് അങ്ങനൊരു സാധനമായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സാധനമായിരിക്കും അവർ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അവർ. എക്സൈറ്റ്മെൻറ്റൊക്കെ വാക്കുകളിലൂടെ ഇതിലൊക്കെ പുറത്ത് കാണിക്കാനൊക്കെ ഭയങ്കര പാടാണ് അവർക്ക്. അത് വളരെ റോ ആയിട്ടുള്ള ഒരു സൈഡ് അവർ കാണിക്കില്ല. അവർ വളരെ കമ്പോസ്ഡായ റിസേർവ്ഡായ ഒരു നേച്ചറാണ് അവർ കാണിക്കുന്നത്. ഹലോ അങ്ങനെ. പിന്നെ വളരെ ഒതൻറ്റിക്കായ റിയലായ ആളുകളാണ്. അതായത് അവർക്ക് അവരുടെ ഇൻഡിവിജ്വാലിറ്റീനെ ഐഡൻറ്റിറ്റീൻ്റെ കാര്യമായിട്ട് അവർ ശ്രദ്ധിക്കും. ഒരാളുടെ കീഴിലൊന്നും അവർ നിൽക്കില്ല, അങ്ങനെ കാര്യമുണ്ട്. പക്ഷേ ഈ INTJകൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ. INTJകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ എനിക്ക് INTJ INFJ തമ്മിലൊരു വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. INFJ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി INFJ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റ് നേച്ചറായ ആളുകളാണ്, അത് കാണിക്കുന്ന ആളുകളാണ്. പക്ഷേ ഉള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, ഒതൻറ്റിക്കായ ഒരു സാധനം, അത് റൈറ്റ് ചെയ്ത് റോങ് ചെയ്ത് നമ്മൾ ഒരു ഉദാഹരണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ കത്തറുണ്ടാവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷേ അവരങ്ങനെയല്ല, അവർ നേരെ ഓപ്പോസിറ്റാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ അവരത്ര റിജിഡും സാധനമൊന്നുമല്ല. പക്ഷേ പുറമേ അവർ കാണിക്കുന്നത് ദിസ് ഈസ് റൈറ്റ്, ദിസ് ഈസ് റോങ്, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ്. അത് ഇമോഷണലി എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ അതിനൊക്കെ അതിജീവിച്ചിട്ട് അവർ റീസണിങ് പവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അതാണ് അവരുടെ ഒരു ഗുണം. അതായത് ഇപ്പോൾ അവർ വൻ തേപ്പ് കിട്ടി പ്രാന്തായിട്ട് ഇരിക്കുകയാണെങ്കിലും കൂടിയും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇമോഷണലി എത്ര പ്രശ്നം ഉണ്ടാവുന്ന അവസ്ഥയിലും പലപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ രസമായിട്ട് വൃത്തിയായിട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തും. അത് വലിയ സംഭവമാണ് അത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഞാനൊരു കോഴ്സിന് എന്തെങ്കിലും ഒരു 2 കൊല്ലത്തിൽ കോഴ്സിന് പോയി വിചാരിക്കും, എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നിർത്തിയിട്ട് വരും. കാരണം നമുക്കത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഒരു സ്റ്റേജിൽ ഭയങ്കര പ്രശ്നമായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. പിന്നെ INTJകൾ കമ്മിറ്റഡ് ആവാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ വൺസ് ദേ ആർ കമ്മിറ്റഡ്, അവരൊരാളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക വെച്ചാൽ അയാളെ സന്തോഷിപ്പിക്കാൻ പലതും ചെയ്യും. അപ്പോൾ പലരും എന്താ വെച്ചാൽ അവർ കെട്ടിൻ്റെ പണി കൊടുത്തിട്ട് അങ്ങനെയൊക്കെ പോകും. പിന്നെ ഇവർക്ക് ആളുകളെ ഒരു അൺഹെൽത്തി ആയ ഒരവസ്ഥയിൽ ഇതൊന്നൊന്ന് കയറി വരാനൊക്കെ ഭയങ്കര പാടും. ഇവർ കുറേ കാലം ഇമോഷൻസൊക്കെ ഇങ്ങനെ അടക്കിയിട്ടൊക്കെ വെക്കും. പക്ഷേ പിന്നീട് ഒരു പൊട്ടിത്തെറിക്കലുണ്ടാവും ഇതെല്ലാം കൂടി. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും. അവർ ഇമോഷൻസൊക്കെ അടക്കിയിട്ട് അവരുടേതായ പ്രാക്ടിക്കലായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യും, കരിയറിൽ ഫോക്കസ് ചെയ്യും, അതും സാധനം ചെയ്യും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സമയത്ത് ഇവർക്ക് സ്പ്രിങ് പോലെ എന്നൊരു വരവുകൊണ്ട് വരും. ഇങ്ങനെയൊക്കെ വിഷയമുണ്ട്. INTJകൾ പൊതുവെ ഭയങ്കര സോഫ്റ്റ് നേച്ചറാണ്, പാവങ്ങളാണ്, ഒക്കെയാണ്. പക്ഷേ ഖത്തർ ഇവിടെ പറ്റിയ ടീംസാണ്. എന്ന് വെച്ചാൽ വലിയ ബഹളം ഉണ്ടാക്കുക, ഖത്തർ ഉണ്ടാക്കുക അങ്ങനെയല്ല ഉദ്ദേശിച്ച് ബുദ്ധിപരമായ തർക്കങ്ങൾ,
കൂടാൻ പറ്റിയ ടീംസാണ്. അവർ നല്ല രസമാണ്. അവർ നമ്മളെങ്ങനെ വല്ലാണ്ട് അങ്ങനെ ജഡ്ജ് ചെയ്യൊന്നുമില്ല. അവർ പക്ഷേ പുറത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ ദുഷ്ടനാണ് അല്ലെങ്കിൽ അതാണ് ഇങ്ങനെയാണ് ഊളയെന്ന് തേങ്ങ അങ്ങനെ. ഞാനൊരു ഫ്രണ്ട്ലി രീതിയിലാണ് പറയണതൊക്കെ. പക്ഷേ ഉള്ളിൽ അങ്ങനെ വളരെ പേഴ്സണലി അങ്ങനെ ഒരാളെ കുറിച്ച് അങ്ങനെ ജഡ്ജ്മെൻ്റ് ഒന്നും അവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. പുറമേ അവർ വലുതും കാണിക്കേണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ INFJ INTJ റിലേഷൻഷിപ്പ് അടിപൊളിയാണ്. അത് രണ്ടുപേരും ഗ്രോത്ത് ആ ഒരു രീതിയിലും അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ പോകട്ടെ. അതൊരു മാജിക്കൽ പെയറാണ് INFJ INTJ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ സിനിമകളുണ്ട് ആ രീതിയിലിപ്പോൾ. എനിക്ക് നോർമൽ പീപ്പിൾ എന്നുള്ളൊരു സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഉദാഹരണമായിട്ട് തോന്നണം INTJ INFJ. അപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ചിലപ്പോൾ അത് പറയും INTJ അല്ല, അത് INFJ അല്ല എന്നൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് INTJ INFJ ആണ് തോന്നുന്നത്. അല്ലെങ്കിൽ INTJൻ്റെ INFJക്ക് ട്രേറ്റുകൾ അതിലുണ്ട്. അപ്പോൾ അതിലെ ഹീറോയിന് INTJയുടെ കുറേ ട്രേറ്റുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ INFJ ആ മാൻ INFJയുടെ ഒരു സാധനമുണ്ട്. അപ്പോൾ INFJ ആണോ INTJ ആണോ നിർബന്ധമൊന്നുമില്ല, പക്ഷേ അങ്ങനെ കുറേ പ്രത്യേകതകൾ അതിൽ കാണാം. അതൊക്കെയാണ് INTJ ഫീമെയിൽസ്. നിങ്ങളുടെ ലൈഫിൽ INTJ ഫീമെയിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. INTJ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. INTJകൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്ത് തേങ്ങയിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. താങ്ക് യു.